അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ നിങ്ങളുടെ പ്രിയങ്കരനായിരിക്കുന്ന ഷമാമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും അഭിമാനം, നമുക്കെല്ലാവർക്കും ഇഷ്ടമായിരുന്ന പ്രഭാഷണ ലോകത്തിലെ നേതാവ് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസിം ഉസ്താദിൻ്റെ ആ ഒരു ജീവിതം അങ്ങെടുത്തു നോക്കിയാൽ, സഹോദരങ്ങളെ, ഉസ്താദ് എപ്പോഴും പ്രഭാഷണത്തിൽ പറയുമായിരുന്നു, നല്ലവർക്ക് അള്ളാഹു കൂടുതൽ പരീക്ഷണങ്ങൾ കൊടുക്കുന്നതെന്ന്. ഒരുപാട് പ്രഭാഷണ വേദിയിൽ പറഞ്ഞതായിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ ഈ വിഷയം യാഥാർത്ഥ്യമായി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായപ്പോൾ, സഹോദരങ്ങളെ, ഉസ്താദ് പല വേദികളിലും പല പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞതാണ്. ഒരുപാട് പ്രവാചകന്മാർക്കാണ് അള്ളാഹു പരീക്ഷണങ്ങളും എല്ലാം അള്ളാഹു കൊടുത്തത്. 1,24,000 പറന്ന അംബിയാ മുർസലീങ്ങൾക്കാണ് അള്ളാഹു കൂടുതൽ വേദനകളും പീഡനങ്ങളും കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള ചരിത്രങ്ങളും അതുപോലെ ഇൽമുകളും ഹദീസുകളും പറഞ്ഞ ഉസ്താദ് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസിം ഉസ്താദ് ഇന്ന് പ്രഭാഷണ വേദികളിൽ കാണുന്നില്ല. കാരണം കഴിയുന്നില്ല എന്നല്ല, ഇൻഷാ അല്ലാഹ് അള്ളാഹു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ഉസ്താദ് വീണ്ടും അതുപോലെ മുന്നത്തെ പോലെ പ്രഭാഷണം ചെയ്യാൻ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്നവർ അതിനെ എത്ര മിസ് ചെയ്യുന്നുണ്ടെന്നറിയോ? പുതിയതായിരിക്കുന്ന പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരുവനാണ് ഞാൻ. അതുപോലെയുള്ള എത്രയോ ആൾക്കാർക്ക് ഒരുപാട് വേദനകളാണ്. കാരണം ഒരു ലഹരി പോലെയായിരുന്നു ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളും. ഉസ്താദിൻ്റെ ആ ഒരു മുത്തുനബിയുടെ ചരിത്രം പറയുമ്പോൾ മദീനയിലേക്ക് ഉസ്താദ് കൊണ്ടുപോകുമായിരുന്നു. അതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, അലി റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള മഹാനതന്മാരുടെ ചരിത്രങ്ങൾ ഉസ്താദ് പറയുമ്പോൾ ഒരുപാട് ജനങ്ങളെ മനസ്സ് പൊട്ടുമായിരുന്നു. കാരണം അങ്ങനെയുള്ള ചരിത്രങ്ങളാണ് ഉസ്താദ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് വീഡിയോസും അതുപോലെ ഒരുപാട് പ്രഭാഷണത്തിൻ്റെ ക്ലിപ്പുകൾ യൂട്യൂബിലുണ്ട്. പക്ഷേ അത് പഴയ വീഡിയോകളാണ്. നല്ല നിലയിൽ കേൾക്കാൻ പറ്റും. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് പുതിയതായിരിക്കുന്ന പ്രഭാഷണങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഉസ്താദിൻ്റെയൊക്കെ ആ ഒരു പുതിയതായിരിക്കുന്ന രീതിയിലാണ് ഉസ്താദ് വേദിയിലേക്ക് കടന്നു വരുന്നതും. അതുപോലെ പ്രഭാഷണത്തിൻ്റെ ഒരു രീതിയെല്ലാം നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഏതായാലും ഞങ്ങൾ പ്രത്യേകിച്ച് എല്ലാ ദ്വാകളിലും ഉസ്താദിന് വേണ്ടി ദ്വാ ചെയ്യുക. മുന്നത്തെ പോലെ തന്നെ ഉസ്താദ് സുഖമായി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഞങ്ങൾക്കെല്ലാവർക്കും ഉസ്താദ് എല്ലാ വേദികളിലും ഞങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഉസ്താദിന് വേണ്ടി ദ്വാ ചെയ്യണം. കാരണം ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഉസ്താദായിരുന്നു. പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാണ്. ഏതായാലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ ഉസ്താദിനെയും അതുപോലെ എന്നെയും എല്ലാ മുസ്ലിമീങ്ങളെയും, പ്രത്യേകിച്ച് ഫലസ്തീനിലുള്ള കുഞ്ചോവന മക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക എന്ന് പറഞ്ഞു ഈ വീഡിയോയെ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവർക്കും എത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയെ നിർത്തുന്നു. എല്ലാവരും വീണ്ടും പരമാവധി ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.